ശബരിമല മിൽമ നെയ്യഴിമതി കേസിൽ SP MJ സോജൻ SIT മേധാവി. SIT പട്ടിക ഹൈക്കോടതി അംഗീകരിച്ചു. വിജിലൻസ് DYSP CH ഹരി അന്വേഷണ ഉദ്യോഗസ്ഥൻ. 4 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിലുണ്ടാകും. SIT ഒരു മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണം. വിവരങ്ങളുമായി ഷബ്ന ചേരുകയാണ്. ഷബ്ന, ഇതിപ്പോൾ SITയിലെ ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. ശബരിമലയിലെ മിൽമ നെയ്യ് അഴിമതിയുമായി ബന്ധപ്പെട്ട് SITയുടെ പട്ടിക സമർപ്പിക്കാൻ കോടതി ഇന്നലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് സർക്കാർ ഇന്ന് ഈ പട്ടിക കൈമാറിയത്. വിജിലൻസിലെ 5 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിലുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചത്. മേൽനോട്ട ചുമതലയുള്ള 3 പേരുടെ പട്ടികയാണ് കൈമാറിയത്. SP-മാരായ ജുവനപുടി മഹേഷ്, സോജൻ, ബിനു എന്നിവരാണ് ഈ തലപ്പത്തുള്ളത്. SIT തലവൻ ആരെന്ന് ഹൈക്കോടതി തീരുമാനിക്കാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SP MJ സോജനെ SIT മേധാവിയായി ശബരിമല കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദേവസ്വം ബെഞ്ച് ഏൽപ്പിച്ചിട്ടുള്ളത്. SIT പട്ടിക സർക്കാർ സമർപ്പിച്ച ഈ പട്ടിക ഹൈക്കോടതി ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തു. വിജിലൻസ് DYSP CH ഹരി അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. 4 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിലുണ്ട്. SIT ഒരു മാസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. ഈ ശബരിമലയിൽ മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുണ്ട് എന്ന് ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിരുന്നു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലായിരുന്നു ദേവസ്വം ബെഞ്ച് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് പരിശോധനയൊന്നുമില്ലാതെയാണ് ഈ നെയ്യ് വാങ്ങിയത്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ ഒരു പരിശോധനയും നടത്താതെ ഇത്തരത്തിൽ നെയ്യ് വാങ്ങിയതിൽ ഗുരുതര ക്രമക്കേടുണ്ട് എന്നതായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ കണ്ടെത്തൽ. ഷബ്ന, അതേസമയം തന്നെ SIT ഒരു മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി പറയുന്നുണ്ട്. തീർച്ചയായും കോടതി ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഉത്തരവിട്ടിട്ടുള്ളത്. ഒരു മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ടൺ ഈ നെയ്യ് ഇത്തരത്തിൽ വാങ്ങിയിട്ടുണ്ട്. അത് ഒരു തരത്തിലുള്ള പരിശോധനയും കൂടാതെയാണ് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയത്. ദേവസ്വം കമ്മീഷണർ എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ എതിർപ്പ് മറികടന്നാണ് നെയ്യ് വാങ്ങിയത്. ഇത് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എന്ത് നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നെയ്യ് ഇത്തരത്തിൽ വാങ്ങിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടതും ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ SP സോജനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതും. ശരി, നന്ദി ഷബ്ന വിവരങ്ങൾക്ക്.